ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെയാണ് ഞാൻ പോണത്. എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് അതുവഴിയല്ലേ പോണത്. പക്ഷേ ഇന്നലെ എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു, അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ പോകേണ്ട ഇപ്പോൾ സമയം എത്രയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 6:05 ബസ്. അപ്പോൾ അതിന് വേഗം പോകണം. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ കാണാം. അപ്പോൾ ഞാൻ വേഗം പോകാനുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 5 മിനിറ്റോളം എനിക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോകണ കാര്യം പിറ്റേ ദിവസം വരും. എന്നാലും പെട്ടിയും എല്ലാം നീട്ടിയാണ് സ്റ്റോപ്പിലെത്തിയിട്ടാണ് ബസ്. ഞാൻ പക്ഷേ വിചാരിച്ചതിനേലും നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരം വെളുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വൈകിട്ട് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഇരുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇനി 1 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ബസ് വരും. ബസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രെയിൻ, പിന്നെ ഇങ്ങനെ 5-6 മണിക്കൂർ ഇങ്ങനെ ഇത് തന്നെ യാത്ര. എനിക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയണ പോലെയാണ്. ഇന്ന് രാവിലെ ഞാൻ പോകണം. നാളെ രാവിലെ എനിക്ക് അവിടെ നിന്ന് വരെയും വേണം. ആകെ എനിക്ക് 2 ദിവസത്തെ ഓഫല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ടാണ് പോകാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ പോകണ്ടെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ ആദ്യം. കാരണം ഈ യാത്രയായിട്ട് ചെയ്യണം ഇതൊക്കെ എന്നല്ലേന്ന്. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് എന്നാൽ പോവാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ പോണതാണ്. അങ്ങനെ നമ്മൾ വേഗം ട്രെയിനൊക്കെ കയറി. അപ്പോൾ ട്രെയിൻ കയറിയപ്പോണ്ടതേ നോക്ക്, ഈ മരങ്ങളുടെ ഒക്കെ ഇടയക്കോടെ ഇങ്ങനെ ഒരാളിങ്ങനെ നോക്കുന്നു. അങ്ങനെയുണ്ട്. നമ്മുടെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ വെറുതെ എന്താ പറയുക, പട്ട് ഷോ എന്ന് പറയുന്ന പോലെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ജർമ്മനിയിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ പച്ചപ്പും അല്ലെങ്കിൽ അങ്ങനെ പാടങ്ങളും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ 2-3 മാസത്തേക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ യെല്ലോ കളറുള്ള പൂക്കളായിരിക്കും കേട്ടോ ഫുള്ളും കാണുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നം വേറെ റൂട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട സണ്ണില്ലേ, ഇതേ ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഇതെന്തോ ഓയിൽ ഉണ്ടാക്കണം, അങ്ങനെ എന്തോ ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 മാസത്തേക്ക് എപ്പോഴും ഇനി ജർമ്മനിയിൽ ഇത് തന്നെയായിരിക്കും കാണാനുണ്ടാവുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനുമായിട്ടും. കാരണം എപ്പോഴും ഇങ്ങനെ പച്ചപ്പും അങ്ങനെയൊക്കെ ഇരിക്കണോണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ യെല്ലോ കളർ കാണാനായിട്ട് നല്ല രസമില്ലേ. നല്ല രസമുണ്ട് കേട്ടോ, നേരിട്ട് കാണാൻ ഇതിന് രസമുണ്ട് കേട്ടോ. ഫുൾ പാടെന്ന് വെച്ചാൽ ഫുള്ള് ഇങ്ങനെ ഇത് ചെയ്ത് കിടന്നിട്ട് നല്ല രസമുണ്ട്. ഇങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ സൈഡ് വ്യൂ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ളെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഏക്കർ കണക്കിന് സ്ഥലം എന്നൊക്കെ പറയണ പോലെ എന്ന് തോന്നുന്നു. ഫുള്ള് ഇങ്ങനെ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഒരു ട്രാൻസിറ്റിൽ ഇറങ്ങിയപ്പോഴത് ഇങ്ങനത്തെ പഴയ ട്രെയിനില്ലേ അത് വന്ന് കിടക്കണം. അപ്പോൾ എല്ലാവരും വന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അടുത്ത ട്രെയിൻ വരാൻ 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ആ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നത്. അതുകൊണ്ട് എനിക്കും കുറച്ച് നേരം നിന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാനും ഇതൊക്കെ കാണാനും അങ്ങനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലുള്ളവർ അതിൻ്റെ ഉള്ളിലൊക്കെ കെയറൊക്കെ ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കയറി ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ വരാൻ എനിക്ക് ഒട്ടും ഇതില്ലാത്തതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടത്. ആണ്ട് പിന്നെ ഇങ്ങനെ വീണ്ടും യാത്രയൊക്കെ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പാടങ്ങളും അതൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നിട്ട് പാടില്ലായിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുറന്നിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു മാക്ക് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഫ്രൂട്ട്സ് ടൂക്ക് മാത്രമേ ഉള്ളൂ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായത് ഇതായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പക്ഷേ സ്റ്റേഷനിൽ വന്നിരുന്നപ്പോൾ നല്ല കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റ്, നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ട്രെയിൻ വന്നു, ട്രെയിൻ കയറി. ഇപ്പം എന്ന് വെച്ചാൽ ഫുൾ ഇലകളും കാര്യങ്ങളൊക്കെ വന്നു മരത്തിലൊക്കെ. അപ്പോൾ ഫുള്ള് ഇങ്ങനെ കാട് പോലെയാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റേത് ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫുള്ളും കാടായൊക്കെയാണ് ജർമ്മനി മുഴുവൻ എന്ന് പറയണത്. അങ്ങനെ ഞാൻ അവിടെ വേഗം എത്തി കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് അവിടെ നിന്ന് പോന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ തിരിച്ച് പോന്നു. അപ്പോൾ ഈ പ്രാവശ്യമൊക്കെ ഞാൻ എപ്പോഴും മഞ്ഞ വഴിക്കൂടെ അല്ല, വേറെ വഴിക്കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും നാൾ വന്ന സ്റ്റേഷനിൽ വ്യത്യാസം ഉണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ട പഴയ സ്റ്റേഷനായതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി. എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെയാണ് സ്റ്റെപ്പൊക്കെ കയറിയാണെങ്കിലും, പക്ഷേ ഇതൊരു വേറൊരു ടൈപ്പാണ് കേട്ടോ, പഴയ ടൈപ്പാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇങ്ങനെ എന്താ പറയുക, നല്ല രസമുണ്ട് ശരിക്കും. ഇങ്ങനെ ഇതായിട്ടേ ഓൾഡായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശപ്പായിരുന്നു. ഞാൻ വേഗം പോയി അവിടെ നിന്ന് കണ്ട ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ വാങ്ങിച്ച് കുറച്ചൊക്കെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. കണ്ട പഴയ റെയിൽവേ സ്റ്റേഷനാണ്.
അപ്പോൾ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മറ്റേ ഓവർ ബ്രിഡ്ജ് ഉണ്ടാവുമല്ലോ, എന്നിട്ട് ഇപ്പുറത്തെ കിടക്കും, ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു സെറ്റപ്പ് പോലെയായിരുന്നു ഇതെനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് കുറച്ച് പഴയ റെയിൽവേ സ്റ്റേഷനാണ്, അവരവിടെ ഇത് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വിടാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അയ്യോ, തിരക്കായിട്ട് കാലുകുത്താൻ സ്ഥലമില്ല. ശരിക്കും നല്ല തിരക്ക്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ക്യൂ നിൽക്കുന്നത്. അതായത് ഒരു ഇടുങ്ങിയ വഴി എന്ന് പറയണ പോലെയുണ്ട്, ഒരു ഗുഹയൊക്കെ പോലെ കണ്ട, ഇങ്ങനെ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകണമെന്നാണ്. അപ്പം പെട്ടെന്ന് ഒരു ട്രെയിൻ വന്ന് ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ക്രൗഡായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ട പഴയ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിക്കോട് ഇങ്ങനെ ഈ ഗുഹയുടെ ഉള്ളിക്കോട് ഇങ്ങനെ പോകണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമുക്ക് 1, 2, 3 അങ്ങനെയല്ലായിരുന്നു പ്ലാറ്റ്ഫോമൊക്കെ, 300 തൊട്ടായിരുന്നു പ്ലാറ്റ്ഫോമൊക്കെ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇത് വേറെ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വേഗം ട്രെയിനൊക്കെ കയറി, കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിനിപ്പോൾ അടുത്ത സ്റ്റേഷനിലെത്തി. അവിടെ കുറച്ച് നേരം എനിക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ അന്നൊരു ഞായറാഴ്ച ചെയ്തുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും ഞായറാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈലൻറ്റ് ഡേ എന്നാണ് ജർമ്മനിയിൽ. പക്ഷേ ഞാൻ ഈ ട്രെയിനിൽ പോകുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഇതിലൊന്നും ഒരു തിരക്കിനും കുറവില്ല. പക്ഷെ നമ്മൾ പുറത്ത് സിറ്റി ടൗണിലൊക്കെ പോകുമ്പോൾ നല്ല സൈലൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ കുറച്ച് നേരം അവിടെ പിടിച്ചിട്ടു, അപ്പോൾ അടുത്ത് കണ്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തതാണ്. അതിന് പിന്നെ അവിടുന്ന് വീണ്ടും പോയി കണ്ട് ഫുള്ള് ഇങ്ങനത്തെ യെല്ലോ കളറുകളായിരിക്കും ഇനി 2-3 മാസത്തേക്ക് ഫുള്ളും കാണാനുണ്ടാവണത് കേട്ടോ. അപ്പോൾ അതിന് കുറേ ലേറ്റായിട്ടാണ് എത്തിയത്, അതുകൊണ്ട് ഇത്രയും ഞാൻ വീഡിയോ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.